നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. MG സർവകലാശാലയിൽ സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയത്തിനും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണത്തിനും തുടക്കം. കായിക മുന്നേറ്റത്തിന് കരുത്താകുമെന്ന് മന്ത്രി VN വാസവൻ. ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. പൊൻകുന്നത്തെ കോൺഗ്രസ് കൊടിമരങ്ങൾ നശിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകിയെന്ന് കോൺഗ്രസ് അംഗം സേതു മാന്താടൻ. ഇല്ലാ കഥകൾ പറഞ്ഞ് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ. പുതുപ്പള്ളി ഫെസ്റ്റിന് നാളെ തുടക്കം. വിളംബര ജാഥയോടനുബന്ധിച്ച് ലഹരിക്കെതിരെ മിനി മാരത്തൺ. നേതൃത്വം നൽകി ചാണ്ടി ഉമ്മൻ MLA. കോട്ടയത്ത് കേരള സ്റ്റോറി സിനിമ പ്രദർശനം തടഞ്ഞു. പ്രതിഷേധവുമായി DYFI. വാർത്തകൾ വിശദമായി. സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയം കായിക മുന്നേറ്റത്തിന് കരുത്താകുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. MG സർവകലാശാലയിലാണ് സ്റ്റേഡിയവും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിർമ്മിക്കുന്ന സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം സഹകരണ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പദ്ധതി കോട്ടയം ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും കായിക മുന്നേറ്റത്തിന് കരുത്തേകുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സ്പോർട്സ് മന്ത്രിയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം വിട്ടുതരുന്ന സമ്മതപത്രവും ഒപ്പം സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് എപ്പോഴും ഒപ്പിട്ട് ഇതേ സദസ്സിൽ വെച്ച് തന്നെ വലിയൊരു ചടങ്ങിലായിരുന്നു ആ സമ്മതപത്രം കൈമാറിയതും അതോടൊപ്പം തന്നെ അനുമതി പത്രം കൈമാറിയതും. മഹാത്മാഗാന്ധി സർവകലാശാലയോട് ഈ സന്ദർഭത്തിൽ ജനപ്രതി എന്ന രൂപത്തിൽ വലിയ രീതിയിലുള്ള കടപ്പാട് നിശ്ചയമാണ് എന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അത് പ്രത്യേകിപ്പിക്കപ്പെട്ടു. സൂസൻ മേബിൾ ആരായിരുന്നു എന്ന കാര്യം, ആ സൂസൻ മേബിളിനെ കാലവും ചരിത്രമുള്ള ഒരു കാലം ഓർമ്മിക്കുക എന്ന നമ്മുടെ ആത്യന്തികമായ കടമയാണ് ഈ സ്റ്റേഡിയത്തിന് സ്പോർട്സ് കോംപ്ലക്സിന് സൂസൻ മേബിളിന്റെ പേര് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അത് എല്ലാ കാലഘട്ടത്തിലും ആ പേര് നമ്മുടെ ചരിത്രയേടുകൾ നിറഞ്ഞു നിൽക്കാൻ സഹായകരമായി മാറുന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നു. സർക്കാർ 47.81 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും പണിയുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെയായിരിക്കും സ്റ്റേഡിയം നിർമ്മിക്കുക. സർവകലാശാലയിലെ ഗാന്ധി മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ അധ്യക്ഷനായിരുന്നു. സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയ, രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുർക്കൽ, സൂസൻ മേബിൾ തോമസിന്റെ സഹോദരൻ ജേക്കബ് തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി മ്യൂസിയവും കോട്ടയം അക്ഷരം മ്യൂസിയവും തമ്മിൽ പഠന ഗവേഷണ രംഗത്തെ സഹകരണത്തിനായുള്ള ധാരണാപത്രത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറി S സന്തോഷ് കുമാറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ കമ്മിറ്റി ബഹിഷ്കരിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. അടിയന്തര കമ്മിറ്റിയിൽ വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം നടന്ന CPM പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെയാണെന്നുമാണ് ഇവരുടെ ആരോപണം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്തുന്നതിനാണ് UDFും കോൺഗ്രസ് ജനപ്രതിനിധികളും ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ കമ്മിറ്റി യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. 16-ാം വാർഡ് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സേതു മാന്താടനും 14-ാം വാർഡ് മെമ്പർ ത്രേസ്യമ്മ PT-യുമാണ് ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത്. അടിയന്തര കമ്മിറ്റിയിൽ വയ്ക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. കൂടാതെ മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം പൊൻകുന്നത്ത് നടന്ന CPM പ്രകടനത്തിൽ ടൗണിലെ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും തകർക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകിയതായും സേതു മാന്താടൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിക്കുകയാണ് തങ്ങളെന്നും സേതു മാന്താടൻ പറഞ്ഞു. ഞങ്ങൾ ഈ ചിറക്കടവ് പഞ്ചായത്തിൽ ഭരണസമിതിയായിട്ട് ഭരണപരമായ എല്ലാ കാര്യങ്ങളും ചേർന്ന് വന്ന ഒരു രീതിയാണ് ചിറക്കടവ് പഞ്ചായത്തിൽ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിറക്കടവ് പഞ്ചായത്തിൽ നമ്മൾ അടിയന്തര കമ്മിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വെച്ച പല പദ്ധതികളിലും പല കാര്യങ്ങളും ഈ ചിറക്കടവ് പഞ്ചായത്തിന് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. ഈ നടപ്പാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഏറ്റവും മോശമായ പ്രവൃത്തികൾ ചിറക്കടവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുന്നിൽ നിന്ന് നയിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസം വീണ ജോർജിൻ്റെ ഹോസ്പിറ്റൽ ആയ സംഭവത്തോടനുബന്ധിച്ച് KMS കവല തൊട്ട് പൊൻകുന്നം വരെയുള്ള കോൺഗ്രസിൻ്റെ തോരണങ്ങളും കൊടിമരങ്ങളും എല്ലാം അടിച്ചു തകർത്ത് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്ന ഒരു നേതൃത്വമായി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു. ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി നല്ല രീതിയിൽ കൊണ്ടുപോകാനോ ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാനോ അടിയന്തര കമ്മിറ്റിയിൽ വെക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനോ ഒന്നും ഈ പ്രസിഡന്റിന് സാധിക്കുന്നില്ല.
ഈ തെറ്റായ നടപടി, ചെറുകിട പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ച് പൊൻകുന്നത്ത് കോൺഗ്രസിൻ്റെ കൊടിമരം തകർത്ത ഗുണ്ടായുസം കാണിച്ച CPM DYFI ഗുണ്ടകൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് പ്രസിഡന്റ് ഈ രീതിയിൽ ചെറുകിട പഞ്ചായത്തിനെ നയിക്കുന്ന രീതി തുടർന്നാൽ ഞങ്ങൾ മുന്നോട്ട് അതിഭയങ്കരമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നുള്ള രീതിയിൽ ചെറുകിട പഞ്ചായത്തിലെ ഇന്നത്തെ കമ്മിറ്റി ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗ്രാമസഭകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളുടെ നടപടി ശരിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ പറഞ്ഞു. താൻ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ടാർഗറ്റ് ചെയ്യുകയാണ് ഇവരെന്നും TN ഗിരീഷ് കുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ പേരും എന്നെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പൊൻകുന്നത്ത് നടന്ന പ്രകടനത്തിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന തരത്തിൽ UDF ചിറക്കടവ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് വഴി എനിക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ പറഞ്ഞ ആരോപണം, കൊടിമരം നശിപ്പിച്ചു, കൊടി വലിച്ചു കീറി എന്ന് പറയുന്ന ആരോപണം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ഈ UDFൻ്റെ പ്രവർത്തകരെ ആകെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു തെളിവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് തരാമെന്നുണ്ടെങ്കിൽ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഏത് കാര്യവും ചെയ്യും. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ, കാരണം എനിക്ക് നന്നായി ബോധ്യമുണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ല. കൊടി പറിക്കേറ്റിട്ടില്ല, കൊടിമരം പെഴുതിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഞാനന്ന് നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്നെ യാതൊരു വിധത്തിലും ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യാകുലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. രാഷ്ട്രീയ വൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും TN ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളിക്ക് വേറിട്ട അനുഭവമായി പുതുപ്പള്ളി ഫെസ്റ്റ് മാർച്ച് 1 മുതൽ 3 വരെ പുതുപ്പള്ളി മൈതാനിയിൽ നടക്കും. സാംസ്കാരികോത്സവത്തിന്റെ വിളംബരാഘോഷം എന്ന നിലയിൽ ലഹരിക്കെതിരെ മിനി മാരത്തൺ നടത്തി. ഋഷിരാജ് സിംഗ് IPS ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സാമൂഹിക കലാ സാംസ്കാരിക കൂട്ടായ്മ എന്ന നിലയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന പ്രഥമ പുതുപ്പള്ളി ഫെസ്റ്റ് മാർച്ച് 1 മുതൽ 3 വരെ പുതുപ്പള്ളി മൈതാനിയിൽ നടക്കും. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത്. സാംസ്കാരികോത്സവത്തിന്റെ വിളംബരാഘോഷം എന്ന നിലയിൽ ലഹരിക്കെതിരെ മിനി മാരത്തോൺ രാവിലെ നടന്നു. ലഹരി മുക്ത യുവത്വം എന്ന സന്ദേശവുമായി മണർകാട്ട് നിന്നും പുതുപ്പള്ളിയിലേക്കായിരുന്നു മിനി മാരത്തോൺ. ഋഷിരാജ് സിംഗ് IPS ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സന്ദേശം നൽകി. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ നടന്ന മിനി മാരത്തണിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി. മിനി മാരത്തൺ വിളംബര ജാഥ പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 4 മണിക്ക് ഇന്ന് ഒരു ബാൻഡടക്കം ലോക്കൽ നമ്മുടെ പുതുപ്പള്ളി എന്നുള്ള കലാകാരന്മാരുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സിനിമാ താരങ്ങൾ, ശ്രീ പിഷാരടി, ശ്രീ ശ്രീനു സിജോ, ഹണി റോസ് അടക്കമുള്ള വിവിധ ഭാമ അടക്കം നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ നാട്ടുകാരിയാണ്, ഭാമ അടക്കമുള്ളവർ വന്ന് പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ. ഒപ്പം അടുത്ത 3 ദിവസം 1, 2, 3 തീയതികളിൽ ഹരിതകർമ്മസേന അടക്കം നമ്മുടെ ആശാ വർക്കർമാർ, അംഗനവാടിക്കാർ 1-ാം തീയതി, അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജീവനക്കാരെ
നമുക്ക് പുതുപ്പള്ളി ബ്ലോക്ക് 2-ാം തീയതിയും അയർക്കുന്നം ബ്ലോക്ക് 3-ാം തീയതിയും ആദരിക്കുകയാണ്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പ പുതുപ്പള്ളി ഫെസ്റ്റിന് പതാക ഉയർത്തി. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നടക്കുന്ന പരിപാടിയിൽ വിവിധ കലാകായിക പരിപാടികളും വികസന സെമിനാറുകളും മത്സരങ്ങളും ചരിത്ര മ്യൂസിയ എക്സിബിഷനും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി ഫെസ്റ്റിനെതിരെ CPM. ഇത് പുതുപ്പള്ളി ഫെസ്റ്റ് അല്ലെന്നും തെരഞ്ഞെടുപ്പ് ഫെസ്റ്റാണെന്നും CPM പറയുന്നു. നാളിതുവരെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒരു പദ്ധതിയും നടപ്പാക്കാത്ത ചാണ്ടിയുമ്മൻ MLAയുടെ തെരഞ്ഞെടുപ്പ് ഫെസ്റ്റ് തട്ടിപ്പിനോടാണ് തങ്ങൾക്ക് പ്രതിഷേധമെന്ന് CPM ഏരിയ സെക്രട്ടറി സുഭാഷ് P. വർഗീസും DYFI ബ്ലോക്ക് സെക്രട്ടറി പ്രവീൺ മോഹനും പറഞ്ഞു. ഒരു MLA ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് തോന്നുവാൻ തക്ക യാതൊരു വികസന പ്രവർത്തനങ്ങളും നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. റീലുകളും കലാപരിപാടികളും ഷൂട്ടുകളും മാറ്റി നിർത്തിയാൽ MLAയുടെ സംഭാവന 0. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ MLA ഫണ്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥിതി എടുത്താലും ആ ഫണ്ട് വിനിയോഗിച്ച് ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനില്ല. വൻ പരാജയമായ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതുപ്പള്ളി ഫെസ്റ്റ് എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി സംഘടിപ്പിച്ച് ഇതിൽ നിന്ന് തലയൂരാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അത് പുതുപ്പള്ളി ഫെസ്റ്റ് അല്ല, അതിന് പേരിടേണ്ടത് തെരഞ്ഞെടുപ്പ് ഫെസ്റ്റ് എന്നാണ്. കോട്ടയത്ത് കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തടഞ്ഞു. DYFI പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോട്ടയത്ത് കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തടഞ്ഞു. അനശ്വര തിയേറ്ററിൽ രാവിലെ 11 മണിക്കാണ് ആദ്യ ഷോ ആരംഭിച്ചത്. തുടർന്ന് ഉച്ചയ്ക്ക് 12ഓടെ ആദ്യ പകുതി പിന്നിട്ട സമയത്താണ് പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ എത്തിയത്. സിനിമ കാണാൻ 24 പേരാണ് എത്തിയിരുന്നത്. തുടർന്ന് പ്രദർശനം തടസ്സപ്പെടുത്തിയ ഇവർ സിനിമ കാണാൻ എത്തിയവരോട് ടിക്കറ്റ് നിരക്ക് തിരികെ നൽകാമെന്ന് ഉറപ്പു നൽകി പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ദമ്പതികളായ കാഴ്ചക്കാർ പുറത്തിറങ്ങാൻ വിസമ്മതിച്ചത് ചെറിയ പ്രതിഷേധത്തിന് ഇടയാക്കി. തിയേറ്റർ വിടാൻ വിസമ്മതിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത്. തുടർന്ന് ദമ്പതികൾ പിൻവാങ്ങി. കേരള സ്റ്റോറിയുടെ പോസ്റ്ററുകളും പ്രവർത്തകർ വലിച്ചുകീറി നശിപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. DYFI പ്രതിഷേധം ശക്തമായതോടെ വൈകുന്നേരം 5:45, രാത്രി 8:45 എന്നീ സമയങ്ങളിലുള്ള പ്രദർശനവും റദ്ദാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട്ടിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ശുചിത്വ പഠനോത്സവം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നൻ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഓരോ മേഖലയിലും പഞ്ചായത്താണെങ്കിൽ നമ്മൾ ഓരോ വർഷവും ഒരുപാട് പൈസ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്നുണ്ട്. നമ്മൾ തോട് ക്ലീൻ ചെയ്യും, വഴി ക്ലീൻ ചെയ്യും, ഓടകൾ ക്ലീൻ ചെയ്യും, മറ്റ് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ആൾക്കാരെല്ലാം വഴികളിൽ അവിടെ ഇവിടെയെല്ലാം വലിച്ചെറിയുക, അല്ലെങ്കിൽ തോട്ടിലോട്ട് വലിച്ചെറിയുക, അതാണ് നമ്മുടെ രീതി. അപ്പം നമ്മളെല്ലാം അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ കൊച്ചു കുട്ടികൾ തന്നെ അതൊരു ശീലമാക്കിയാലേ പറ്റുള്ളൂ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസമ്മ തോമസ് അധ്യക്ഷയായി. ഇളമ്പള്ളി ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ B, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജികുമാർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി അഞ്ചാനിക്കൽ, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് കോർഡിനേറ്റർ ഹരികുമാർ മറ്റക്കര, പഞ്ചായത്ത് VEO പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിനുള്ള അവാർഡ് ഇളമ്പള്ളി ഗവൺമെന്റ് UP സ്കൂൾ കരസ്ഥമാക്കി. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു. സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓർമ്മകൾ പങ്കുവെച്ച് പാലായിലെ പഴയ കായിക താരങ്ങൾ. മാണി സി കാപ്പൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾ പങ്കുവച്ച് പാലായിലെ പഴയ കായിക താരങ്ങൾ ഒത്തുചേർന്നു. കായിക മേഖലയിൽ പാലായുടെ നാമം എക്കാലവും ഉയർന്നു നിന്നിട്ടുണ്ട്. 1960 മുമ്പ് നിരവധി കായിക താരങ്ങൾ മീനച്ചിൽ താലൂക്കിലുണ്ടായിരുന്നു. അന്ന് കൊട്ടാരമറ്റം മൈതാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയായിരുന്നു എല്ലാവരും ഒത്തുചേർന്നിരുന്നത്. പഴയകാല കായിക താരങ്ങളിൽ ഇപ്പോഴുള്ള പഴനിയാപിള്ള, KM റോസമ്മ, മായ മാത്യു, ലീലമ്മ മാത്യു, ഫിലോമിന ജോസഫ്, ജോസഫ് മനിയാനി, കുട്ടിച്ചൻ മണർകാട്ട്, ഇപ്പോഴും കായിക താരങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BC ജോസഫ് എന്നിവർ മഹാറാണി ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു. മാണി സി കാപ്പൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ബാസ്കറ്റ്ബോൾ
പ്രോത്സാഹിപ്പിക്കുകയും അതായത് ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വന്നു. അപ്പോൾ നല്ല നല്ല സ്പോർട്സിനെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നു. പറഞ്ഞ സാറിനെ അമ്പി വെച്ചിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം സ്റ്റേഡിയത്തിൽ മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളർന്നു വരുന്ന കായിക തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റിനോട് പ്രപ്പോസൽ കൊടുക്കാൻ കഴിയും എന്നുകൂടി നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു, കൗൺസിലർ ബിനു പുളിയകണ്ഠം, സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കർഷകർ രാജ്യത്തിന്റെ ഡ്രൈവർമാരാണെന്ന് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടത്തുന്ന കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകർ രാജ്യത്തിന്റെ ഡ്രൈവർമാരാണെന്നും ഏറ്റവും നല്ല പണി കൃഷിയാണെന്നും ഏറ്റവും നല്ല സംസ്കാരം കാർഷിക സംസ്കാരമാണെന്നും പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സുഭിക്ഷ ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം, സംതൃപ്ത കർഷകർ എന്ന സന്ദേശവുമായി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രാമപുരം സോണിന്റെയും ഇൻഫാം പാലാ രൂപതയുടെയും ആഭിമുഖ്യത്തിൽ രാമപുരം സെന്റ് അഗസ്റ്റിൻസ് സ്വർണ്ണപ്പള്ളി മൈതാനിൽ നടക്കുന്ന കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ നമ്മുടെ ഭൂമിയെ തരിശുഭൂമിയായി ഇട്ടിട്ട് ഈ രാജ്യം വിടുമ്പോൾ നിരവധിയായ നഷ്ടങ്ങൾ നമുക്കുണ്ടാകുമെന്നും പരിസ്ഥിതിയെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തികൾ മനുഷ്യരെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നും ബിഷപ്പ് പറഞ്ഞു. കർഷകൻ രാജ്യത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ്, ഡ്രൈവിംഗ് സീറ്റിലാണ്, ഡ്രൈവേഴ്സാണ്, ഇക്കോണമി അവരുടെ കൈവശമാണ്. ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ്, ഏറ്റവും നല്ല സംസ്കാരം അഗ്രികൾച്ചറാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ യൂത്തിനെയും പഠിപ്പിക്കണം. യൂത്ത് നമ്മളുടെ ഭൂമിയെ തരിശുഭൂമിയാക്കി വിട്ടിട്ട് ഈ രാജ്യം വിടുമ്പോൾ നിരവധിയായ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഉള്ള ഒരു ഉത്തരമായിട്ട് കൂടെ ഈ രാമപുരം 3ാം കാർഷിക മേള മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യോഗത്തിൽ കർഷക കിരീട സമർപ്പണവും നടന്നു. വികാരി ഫാദർ ബർക്ക്മാൻസ് കുന്നംപുറം അധ്യക്ഷത വഹിച്ചു. KM തോമസ് കോയപ്പള്ളിൽ, ജോൺ കച്ചറമറ്റം, തോമസ് മാടപ്പാട്ട്, സോണി ഏറത്ത് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. മാണി കാപ്പൻ MLA അനുമോദന പ്രസംഗവും ഉപഹാര സമർപ്പണവും നടത്തി. ബിനു മാണിമംഗലം, ഡോക്ടർ KK ജോസ് കരിപ്പാക്കുഴിയിൽ, ഫാദർ ജോസ് തർപ്പേൽ, ഫാദർ മാത്യു പുളിക്കപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. കാർഷിക വിള പ്രദർശനം, സെമിനാറുകൾ, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള, വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സ്റ്റാളുകൾ, പുരാവസ്തു നാണയ പ്രദർശനം, കുതിര സവാരി, ഒട്ടക സവാരി, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2000 കിലോ തൂക്കം വരുന്ന കമാൻഡോ എന്ന പോത്തിന്റെ പ്രദർശനം, റോബോട്ടിക് പ്രദർശനം എന്നിവയും നടന്നു. കുട്ടികൾക്കായി വിവിധ വിജ്ഞാന വിനോദപരമായ പ്രവൃത്തികളും ഒരുക്കിയിട്ടുണ്ട്. മേള നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MG സർവകലാശാലയിൽ സൂസൻ മേബിൾ തോമസ് ഇൻഡോർ സ്റ്റേഡിയത്തിനും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണത്തിനും തുടക്കം. കായിക മുന്നേറ്റത്തിന് കരുത്താകുമെന്ന് മന്ത്രി VN വാസവൻ. ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ. പൊൻകുന്നത്തെ കോൺഗ്രസ് കൊടിമരങ്ങൾ നശിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകിയെന്ന് കോൺഗ്രസ് അംഗം സേതു മാന്താടൻ. ഇല്ലാ കഥകൾ പറഞ്ഞ് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ. പുതുപ്പള്ളി ഫെസ്റ്റിന് നാളെ തുടക്കം. വിളംബര ജാഥയോടനുബന്ധിച്ച് ലഹരിക്കെതിരെ മിനി മാരത്തൺ. നേതൃത്വം നൽകി ചാണ്ടി ഉമ്മൻ MLA. കോട്ടയത്ത് കേരള സ്റ്റോറി സിനിമ പ്രദർശനം തടഞ്ഞു. പ്രതിഷേധവുമായി DYFI. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.